എല്ലാ വർഷവും നമ്മളിങ്ങനെ ഓണാഘോഷങ്ങൾ ആഘോഷിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ആന്തരികത നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെയാണ് ആഘോഷങ്ങളിലൂടെ കടന്നു പോകാറ്. അതുകൊണ്ട് തന്നെ കാലഘട്ടത്തിന് സംഭവിക്കുന്ന ഒരു വീഴ്ച നമ്മുടെ സംസ്കാരത്തിന് സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് ആഘോഷങ്ങൾ ക്ലബ്ബുകളിലും സ്റ്റുഡിയോകളിലും മാത്രം ഒതുങ്ങി അതൊരു തരം ഒരു അഭിനയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഓണാഘോഷത്തിൻ്റെ ഉള്ളടക്കം, അല്ലെങ്കിൽ അതിൻ്റെ സന്ദേശം എന്താണ്? അത് നമ്മൾ വളർന്നു വരുന്ന തലമുറകളിലേക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ സംസ്കാരം കുറേ കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടും. ഏത് സംസ്കാരവും അർത്ഥമറിയാതെ ആചരിക്കുമ്പോഴാണ് അത് കൈമോശം സംഭവിക്കുന്നത്. ഇന്ന് നമുക്ക് അങ്ങനെയൊരു പ്രഹസനമായി ഇത് മാറിക്കൊണ്ടിരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. മാവേലി മന്നൻ ഒരു കാലഘട്ടത്തിൽ മനുഷ്യരെ എല്ലാവരെയും ഒന്നായി കണ്ട് കള്ളവും ചതിയുമില്ലാത്തൊരു രാജ്യം ഭരിച്ച ആ മന്നൻ ഇന്ന് ഒരു കോമിക് കഥാപാത്രമാണ്, ആളുകൾക്ക് പരിഹസിക്കാനുള്ളൊരു കഥാപാത്രം. കുടവയറും കീറിപ്പൊളിഞ്ഞൊരു കുടയും മൊബൈൽ ഫോണും ഒക്കെ ആയിട്ട് നമ്മൾ ആ മഹാബലി അവതരിപ്പിക്കുമ്പോൾ എന്താണ് നമ്മൾ അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നത്? ഇത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ഓണാഘോഷം കുറച്ചുകൂടി ഹൃദയം നിറഞ്ഞതാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. മഹാബലി സമർപ്പണത്തിൻ്റെ പ്രതീകമാണ്, ത്യാഗത്തിൻ്റെ പ്രതീകമാണ്. നമ്മുടെ ഭാരത ഋഷീശ്വരന്മാർ പറയും, ഒരു വ്യക്തിയുടെ ജീവിതം ഉന്നതമാവുന്നത് അവരിൽ 3 സംസ്കാരങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. ആദ്യത്തേത് അർപ്പണ മനോഭാവം, രണ്ടാമത്തേത് പങ്കുവയ്ക്കാനുള്ളൊരു മനസ്സ്, മൂന്നാമത്തേത് ഏത് ജീവിത പ്രശ്നങ്ങളെയും ഉൾക്കൊള്ളാനുള്ള മനോബലം. ഈ ഒരു സംസ്കാരം പൂർണ്ണമായി തികഞ്ഞൊരു മഹാനായ ചക്രവർത്തിയായിരുന്നു മഹാബലി. അദ്ദേഹത്തിൻ്റെ മണ്ണായിരുന്നു ഈ ഭാരതം. അദ്ദേഹത്തിൻ്റെ പ്രജകളെ കാണാനാണ് അദ്ദേഹം വരുന്നത്. അതാണല്ലോ നമ്മൾ ഓണമായിട്ട് ആഘോഷിക്കുന്നത്. അപ്പം അതുകൊണ്ട് എങ്ങനെയുള്ള മഹാബലി ആയിരുന്നു ഇവിടെ ഭരിച്ചത്, അത്തരത്തിലുള്ള മഹാബലിമാരാക്കാൻ നമ്മുടെ സമൂഹത്തെ സജ്ജമാക്കാനായിരിക്കണം നമ്മൾ ഓണം ആഘോഷിക്കേണ്ടത്. ഓണത്തിൻ്റെ സന്ദേശവും അതായിരിക്കണം. അതായത് നല്ല ഹൃദയത്തെ പങ്കുവയ്ക്കാനുള്ളൊരു സമൂഹം നമ്മൾ വാർത്തെടുക്കണം. അതിനാണ് നമ്മൾ ഓണസദ്യയും ഓണക്കളികളും മറ്റും ആഘോഷിക്കുന്നത്. സന്തോഷം പങ്കുവയ്ക്കുക, സമ്പത്ത് പങ്കുവയ്ക്കുക, എല്ലാവരെയും ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർത്തിയെടുക്കുക. ആ ഒരു സംസ്കാരം നമുക്ക് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നാം കൂടുതൽ നമ്മളിലേക്ക് ഉൾവലിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ ചെറിയൊരു കുടുംബത്തിലേക്ക് ഉൾവലിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരിലേക്കും മനസ്സ് വ്യാപിക്കാനുള്ളൊരു സംസ്കാരം നമുക്കുണ്ടാവണം. അതിന് നാം തയ്യാറായാൽ മഹാബലി എന്ന് പറയുന്നത് നമ്മളിലൂടെ നമുക്ക് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇനി ഒരിക്കലും മരിച്ചുപോയ മഹാബലി തിരിച്ചു വരാൻ പോകുന്നില്ല. പക്ഷേ നമ്മളിലൂടെ ആ മഹാബലി അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കും. എവിടെയൊക്കെ പങ്കുവയ്ക്കാനുള്ള മനസ്സുണ്ടോ, ഷെയറിംഗ് മെൻറ്റാലിറ്റി ഉണ്ടോ, അവിടെ മഹാബലിയുണ്ട്. അതൊരു സംസ്കാരമായി നമ്മൾ രൂപാന്തരപ്പെടുത്തണം. അതുപോലെ തന്നെ എവിടെയെല്ലാം ഏത് പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള മനോബലമുണ്ടോ അവിടെ മഹാബലിയുണ്ട്. ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയിലും തളരാത്ത മഹാനായിരുന്നു മഹാബലി. അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം മുഴുവൻ നഷ്ടപ്പെട്ടിട്ടും മാനസികമായി അദ്ദേഹം തളർന്നില്ല. ഇത് സമൂഹത്തിനൊരു വലിയൊരു സന്ദേശമായിരിക്കണം. നിസ്സാര കാര്യങ്ങളിൽ പോലും മാനസികമായി തളരുന്ന നമുക്ക്, നിസ്സാര പ്രശ്നങ്ങൾ പോലും കുടുംബജീവിതം തകർക്കുന്ന നമുക്ക്, നിസ്സാര കാര്യങ്ങളിൽ ജീവിതം വരെ ഉപേക്ഷിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ ഇതൊരു സന്ദേശമാണ്. അതുകൊണ്ട് മഹാബലി മാനസികമായി തളരാത്തൊരു ശക്തി അദ്ദേഹം നേടിയെടുത്തു. അതിനെന്ത് വേണം? അതിനാണ് അർപ്പണ മനോഭാവം. അർപ്പണം എന്നത് അതൊരു സൂക്ഷ്മമായ മനസ്സിൻ്റെ ഉന്നതിയാണത്. ധ്യാനത്തിലൂടെ മനസ്സിനെ ഏകാന്തതയിൽ കൊണ്ടുപോയി അന്തരാത്മാവിൽ സമർപ്പിക്കുന്നവർക്ക് മാത്രമേ യഥാർത്ഥ മനോബലം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അവർക്ക് മാത്രമേ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ നേരിടാൻ സാധിക്കുകയുള്ളൂ. കുട്ടിക്കാലത്ത് തന്നെ കുട്ടികളെ ആത്മീയമായ മനോബലം നേടിയെടുക്കാൻ പരിശീലിപ്പിച്ചാൽ അവർക്ക് വരും കാലങ്ങളിൽ ഉന്നതരായ മഹാബലിമാരായി മാറാൻ സാധിക്കും. മഹാബലിയെ അസുര ചക്രവർത്തിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഓരോ മനുഷ്യരിലും ആസുരികതയുണ്ട്, അതേസമയം അവനിൽ ദൈവീകതയുമുണ്ട്.
അസുരനിൽ നിന്നും ദൈവീകതയിലേക്ക് ഉയർന്ന ആളാണ് മഹാബലി. അതുകൊണ്ടാണല്ലോ നാം ദൈവീക പരിവേഷത്തിൽ അദ്ദേഹത്തിനെ സ്വീകരിക്കുന്നത്. ഒരു കാട്ടാളനായിട്ടോ ക്രൂരനായിട്ടോ കൊല്ലും കൊലയും ചെയ്യുന്ന ആളായിട്ടല്ലോ അദ്ദേഹത്തിനെ നാം സ്വീകരിക്കുന്നത്. പൂക്കൾ അണിഞ്ഞ്, അതുപോലെ തന്നെ സന്തോഷത്തിൻ്റെ പുതുവസ്ത്രം ധരിച്ച്, അതുപോലെ മധുരം പങ്കുവെച്ച് ഒരാളെ നമ്മൾ സ്വീകരിക്കുന്നുവെങ്കിൽ അസുരന്മാരെ അങ്ങനെ സ്വീകരിക്കാറില്ലല്ലോ. ദുഷ്ടന്മാരെ ആരും സ്വീകരിക്കാറില്ല. നല്ലവരെ മാത്രമേ അത്തരത്തിൽ സ്വീകരിക്കാറുള്ളൂ. ഇപ്പം ജന്മം കൊണ്ട് അസുരനാണെങ്കിലും ജീവിതം കൊണ്ട് ദൈവീകതയിലേക്ക് ഉയർന്ന മഹാനായ ചക്രവർത്തി. ഇത് നമ്മൾ തന്നെയാണ്. നമ്മളിലൊക്കെ ആസുരിക സംസ്കാരങ്ങളുണ്ട്, ചില ദുഷ്ട സംസ്കാരങ്ങളുണ്ട്. അതിൽ നിന്ന് നാം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, നമ്മളിലുള്ള ദൈവീക സംസ്കാരത്തിലേക്ക് നാം ഉയരുമ്പോൾ നമുക്കും ആദരവും ബഹുമാനവും ഇവിടെ നേടിയെടുക്കാം. ഓണം മഹാബലിയെ ആദരിക്കുന്ന ഒരു ഉത്സവമാണല്ലോ. നമ്മളും എന്നും ആദരണീയായിത്തീരാൻ, നമ്മളിലും ഒരു മാനസിക പരിവർത്തനം വരുത്താൻ ഓണം ഒരു സന്ദേശമായി മാറട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയിട്ട് എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നിറഞ്ഞ ഓണാശംസകൾ. ഹരി ഓം. പുരി, കൊണാർക്ക്, രാജാറാണി, ഭുവനേശ്വർ തുടങ്ങിയ 15ഓളം ക്ഷേത്രങ്ങളിലേക്ക് ഒരു പുണ്യയാത്ര 2014 ഫെബ്രുവരിയിൽ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ ഭാരതീയ പുണ്യക്ഷേത്രങ്ങളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്ക് ഗോവിന്ദ് അപ്പാർട്ട്മെന്റ്സ്, കളത്തിപ്പറമ്പിൽ റോഡ്, കൊച്ചിൻ 16. ടെലിഫോൺ 9446362477, 9446326477.